എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരുടെ വീട്ടിലും ഊണൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. ഉച്ച സമയമായി, എല്ലാവരും ഊണൊക്കെ റെഡി ആയിട്ടുണ്ടാവും, സദ്യ വട്ടമൊക്കെ റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലായിരിക്കുമല്ലേ. ഞങ്ങളിന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലെ കണിയൊക്കെ കണ്ട് വന്നു. അമ്പലത്തിൽ നിന്ന് വിഷുക്കൈ നിട്ടം കിട്ടും, 1 രൂപ എല്ലാവർക്കും. അതൊക്കെ വാങ്ങി നല്ല സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അത് കഴിഞ്ഞ ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടുക്കളയിലോട്ട് കയറി. അടുക്കളയിൽ പിന്നെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. ഇന്നലെ തന്നെ ഞാനെല്ലാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ ചടപടേന്ന് തകൃതിയായി എല്ലാ പണികളും തുടങ്ങി. അപ്പം ഇപ്പോൾ എല്ലാ ഭക്ഷണങ്ങളൊക്കെ റെഡിയായി, എല്ലാം ആയി. പായസം മാത്രം ഫിനിഷിങ് സ്റ്റേജിലാണ്. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളും കാര്യങ്ങളും കാണിക്കാം. ഇത് കടുമാങ്ങ, ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇത് ഇഞ്ചിക്കറിയാണ്, ഇതും ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ പച്ചടി, ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. പച്ചടി, കക്കിരിക്ക പച്ചടിയാണ്, കക്കടി എന്ന് പറയും. ഇത് അവിയൽ, ഇത് കൂട്ടുകറി, ഇത് സാമ്പാർ, അങ്ങനെ ഇത് കാബേജ് ഉപ്പേരി. പിന്നെ താഴെയുള്ള പാത്രത്തിൽ ചോറാട്ടോ. ഇത് പായസത്തിനുള്ള ശർക്കര ഉരുക്കി വെച്ചതാണിത്. ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഗോതമ്പ് നുറുക്കിനെ കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഗോതമ്പ് നുറുക്ക്, അത് വേവിച്ച് വെച്ചതാണ്. ഇനി അതിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ശർക്കര ഉരുക്കിയൊക്കെ വെച്ചതും, ഇത് ഏലക്കായ പൊടിച്ച് വെച്ചത്, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. പപ്പടം ഒക്കെ ഉണ്ടാക്കി ടിന്നിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട്. വിഷു ആയിട്ട് എല്ലാവരും ബബിള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പൂച്ച ഭക്ഷണം ആയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. പാലും പെഡിഗ്രിയൊക്കെ അതിന് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് അതിന് കൊടുക്കാൻ പോകുന്ന ഭക്ഷണം. വിഷുവായിട്ട് പൂച്ചേൻ്റെ ഭക്ഷണമാണ് പാലും പെഡിഗ്രിയും. അതാ പൂച്ചയൊക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കണിയൊക്കെ വെച്ചു, രാവിലെ കണിയൊക്കെ കണ്ടു. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ബബ്ലു, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാറിൻ്റെ മേലെയൊക്കെ കയറി ഭക്ഷണം കഴിച്ചോളുന്നു. പിന്നെ അതിന് സമാധാനമായിട്ട് അവിടെ കിടക്കാമല്ലോ. പൂച്ചയും നായയും തമ്മിൽ യോജിക്കില്ല എന്നൊക്കെ ആൾക്കാർ പറയും. നായ പൂച്ചനെ കണ്ടാൽ കടിച്ച് കീറും, കൊല്ലും എന്നൊക്കെ പറയുമെങ്കിലും ഇവിടുത്തെ പൂച്ചക്കും നായക്കും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊന്നും ചെയ്യില്ല. പൂച്ചക്കും അറിയാം ഇവനും ചെയ്യില്ല എന്നുള്ളത്. അതിനെ പ്രായമുള്ള പൂച്ചയാട്ടോ, കുറച്ച് അതിനെ എടുത്തിട്ട് മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ ചെടികളും. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്, നല്ല പൊള്ളുന്ന വെയിലാണിപ്പോൾ ഉച്ച സമയം. പൂച്ച അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്, ബബിൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ചൂടെടുക്കുന്നുണ്ട്. ഫാനൊക്കെ എപ്പോഴും 24 മണിക്കൂറും കറങ്ങലാണ്. ഫാന്, കൂളറ്. ഇവിടെ ഒരാൾ വിഷുവിനെ പറ്റി പറഞ്ഞോളൂ. വിഷു വിശ്വസ് പറഞ്ഞത്. എല്ലാവർക്കും വിഷു ആശംസകൾ. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. ശാന്തി ഉണ്ടാവട്ടെ. ഇത് നമ്മുടെ പപ്പായ, പഴം, നേന്ത്രപ്പഴം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണി വെക്കാൻ വേണ്ടി വാങ്ങിയതൊക്കെ ഉണ്ട്. മാങ്ങ, ചക്ക ഒക്കെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് വീണ്ടും തിരിച്ചടുക്കളയിലേക്ക് തന്നെ വന്നു. ഇനി ഈ പായസത്തിൻ്റെ കാര്യം ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇത് ഗോതമ്പ് നുറുക്ക്, ദലിയ എന്ന് പറയും, അത് വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കര പാവ് എന്നും പറയാം, അത് നമ്മൾ ഉരുക്കി വെച്ചത്. എന്തെങ്കിലും കരടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചൊഴിക്കണം. ഇപ്പോഴത്തെ ശർക്കരയിലൊന്നും അങ്ങനെ കരടുണ്ടാവില്ല. പണ്ട് നമ്മൾ ശർക്കരയൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഈ ഓലേൻ്റെ കഷ്ണം, പനമ്പിലിട്ട് ഉണക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു, പനമ്പിൻ്റെ കഷ്ണവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. ഒരുപാട് കരടും കല്ലൊക്കെ ഉണ്ടാവും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കല്ലും കരടും ചെറിയ ചെറിയ മണലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അതിലൊന്നും അങ്ങനെ ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ. അപ്പം
മോൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് പോലും ഞങ്ങൾക്ക് പായസവും ഇതൊക്കെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പം പണ്ടത്തെ കാലത്താണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വീട്ടിലേക്ക് വിളിക്കുക ചെയ്യുക, കുട്ടികളും അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അവരൊക്കെ വീട്ടിലേക്ക് വിളിക്കും ഓണത്തിന് വിഷുവിനൊക്കെ. അപ്പം നമ്മൾ അവർക്കൊക്കെ സദ്യയും ഒക്കെ കൊടുക്കുന്ന അങ്ങനെയായിരുന്നു പണ്ടത്തെ പതിവ്. പിന്നെ ജോലിക്ക് പോകുന്ന സ്ഥലത്തൊക്കെ പായസവും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന പതിവായിരുന്നു പാത്രത്തിൽ. ഇപ്പം കാലം മാറി, കാലത്തിൻ്റെ പുരോഗതി ആയിട്ട് ഇപ്പം ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം ഒരു പാത്രത്തിലാക്കിയിട്ടില്ലേ, ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലാക്കിയിട്ട് ഏത് ആപ്പ് ഏതാണ്, ഏത് ആപ്പാണ് സെപ്റ്റോ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആ ആപ്പിൽ കൂടി നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആൾ വരും, ഈ ഭക്ഷണം വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിൽ കൊണ്ടേ കൊടുക്കും. അപ്പോൾ ഞങ്ങളത് ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു, കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എത്ര എന്താ പറയുക, എത്ര പുരോഗമിച്ചു പോയി നമ്മളെ കാലം എന്നില്ലേ. സാധനം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് അവർ ആ സ്ഥലത്ത് എത്തിച്ചോളും നമുക്ക്. അതുപോലെ നമ്മൾക്ക് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴൊക്കെ നമ്മളുടെ ചാവിയോ അല്ലെങ്കിൽ വേറെ എന്താ സാധനം, ഓഫീസിലെ ലാപ്ടോപ്പോ സാധനങ്ങൾ എന്തെങ്കിലും മറന്നുപോയി എന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടൊരു ആപ്പിൽ ആളെ അയച്ചു കഴിഞ്ഞാൽ അയാൾ വന്ന് സാധനം വാങ്ങി കൊണ്ടുതരുന്നു. എന്നാൽ മോന് ഓഫീസിൽ പോയ സമയത്ത് അവൻ്റെ കോട്ട് എടുക്കാൻ മറന്നു, എന്നെ റെയിൻ കോട്ട് മറന്നു വരുന്നുണ്ടായിരുന്നു, മഴക്കാലമായിരുന്നു. അപ്പോൾ അവിടുന്ന് അവൻ ഈ സെപ്റ്റോയിൽ കൂടി പറഞ്ഞപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ ആൾ വരുന്നുണ്ട് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ കോട്ട് കൊടുത്തു, അയാൾ കോട്ട് അവിടെ എത്തിച്ചു. അതിനുള്ള പൈസ കൊടുത്താൽ മതി. അതൊക്കെ ഇന്നത്തെ കാലത്തെ ഓരോരോ സൗകര്യങ്ങളാണ്. കാലം മാറിയപ്പം വിഷുവിനും എല്ലാത്തിനും വ്യത്യാസം വന്നു. ഇപ്പം ഇങ്ങനെ കണി വെക്കണമെന്നും കണി കാണണമെന്നുമില്ലേ, വലിയൊരു നിർബന്ധം കുട്ടികൾക്കെന്നല്ല നമുക്ക് തന്നെ അങ്ങനെ അമ്പലത്തിൽ പോയി കാണാം എന്നല്ലാതെ വീട്ടിൽ വെക്കുന്നതിനൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം ആർക്കും. പണ്ട് നമ്മൾ അതൊക്കെ ഓർക്കായിരുന്നു. തലേന്ന് തന്നെ എന്താ എന്തിനാ കൗക്കോ നടക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, ഒരു ഫാനിൻ്റെ ചെറിയ പ്രശ്നമായിട്ട്. അയാളെ കണ്ടനാണ് ഇവരിങ്ങനെ വെച്ചുണ്ടാക്കുന്നത്. പണ്ടൊക്കെ കണി വെക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ചക്ക ഒക്കെ തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ടേക്കൽ, കൊന്നപ്പൂവൊക്കെ ഒന്ന് നമ്മളെ തോട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഇന്നലെ കൊന്നപ്പൂ കടയിൽ നിന്ന് വാങ്ങുക ചെയ്തത്. ചെറിയ ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല, ഒരു കണ്ണി പോലത്തെ ഒരു ഇത്, അതിന് 40 രൂപ കൊടുത്തിട്ടാണ് ഇന്നലെ വാങ്ങിയത്. അവനെ പിടിക്കണമെന്നുണ്ട് സുജന്ന് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ. ഇപ്പോഴത്തെ കാലത്തിന് വന്ന മാറ്റം, കാലത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ മറന്നാണല്ലോ നല്ലത്. അപ്പം നമ്മളും അതനുസരിച്ച് പോകുന്നു. ഇപ്പം അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ നല്ല വിശദമായിട്ടുള്ള വിഷുക്കണി 3 സ്ഥലത്ത് വെച്ചിട്ടുണ്ടാകും. കൃഷ്ണൻ്റെ മുമ്പിലാണ് ഏറ്റവും വിശദമായിട്ട് വെച്ചിട്ടുണ്ടാവുക. ബാക്കി സ്ഥലങ്ങളിലൊക്കെ മെയിൻ സ്ഥലത്തും ഒക്കെ അയ്യപ്പൻ്റെ മുമ്പിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടാവും, ഒന്ന് ഗണപതിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മളതൊക്കെ കണ്ടു. അമ്പലം നിറയെ ആൾക്കാരായിരുന്നു. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും നല്ല നല്ല പുതുവസ്ത്രങ്ങളും പിന്നെ സെറ്റുമുണ്ടും സാരിയും ഒക്കെ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെണ്ടമേളത്തിൻ്റെ ഒരു എന്താ പറയുക അത് ചെണ്ടമേളം പഠിച്ച കുട്ടികൾ ആദ്യമായിട്ട് അരങ്ങേറ്റം ആയിരുന്നു അവരുടെ ഇന്ന്. അപ്പോൾ അതും കൂടി കണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തും ചെണ്ടമേളം പഠിക്കാൻ വേണ്ടിയൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതൊരു വലിയ കാര്യമാണ്. പണ്ടാണെങ്കിൽ അതൊക്കെ പഠിക്കും. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അതിനൊന്നും സമയവും ഇല്ല, താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ന്യൂ ജനറേഷൻപ്പെട്ട കുട്ടികൾ ചെണ്ടമേളം പഠിക്കാൻ വേണ്ടി, ചെണ്ടമേളമൊന്നും പെട്ടെന്ന് പഠിക്കാനാവില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ പഠിച്ചിട്ട് അതൊക്കെ അരങ്ങേറ്റം നടത്തുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. പായസത്തിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലാണ്. ഈ തേങ്ങ ശരിക്കും പറഞ്ഞാൽ തേങ്ങ പാലായിട്ടാണ് ഒഴിക്കേണ്ടത്, പക്ഷെ ഞാൻ അങ്ങനെ അല്ല ചെയ്യുന്നത്. ഈ തേങ്ങ അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. അതിന് വേറെ ഒരു ടേസ്റ്റാണത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്നതും ഒരു ടേസ്റ്റ്, ഇത് വേറെ ഒരു ടേസ്റ്റ്. നമ്മൾ ഇങ്ങനെ തന്നെ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിക്കും. കുറച്ചും കൂടി വെള്ളമാക്കാനുണ്ടത്, കട്ടിയായിട്ടുണ്ട്. അങ്ങനെയല്ല, കുറച്ചും കൂടി വെള്ളമാക്കണം. മധുരം പാകണം നോക്കണം. ഏലക്കായ ഇടണം, നെയ്യ് ഇടണം. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഏലക്കായ പൊടിച്ചത് ഇതിലിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ പായസം റെഡിയായി. ഇനി അതിൻ്റെ മേലായിട്ട് കുറച്ച് നല്ലോണം നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പായസം തയ്യാർ. അപ്പോൾ നമ്മളെല്ലാ പണികളും കഴിഞ്ഞു. ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പച്ചടി, തോരൻ, പിന്നെ കടുമാങ്ങ, ഇഞ്ചിക്കറി, പപ്പടം, പിന്നെ മധുരം ഉള്ള ഉപ്പേരി, മധുരം ഇല്ലാത്ത ഉപ്പേരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പായസം
ഇത്രയും വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞു, നമ്മളുടെ ഫിനിഷായി. നമ്മൾ അടുക്കളയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യും. ഓരോ പണികൾ കഴിഞ്ഞാലും അടുക്കള അപ്പം ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ അടുക്കള വൃത്തികേടായിട്ട് നിൽക്കില്ല. ഇതൊന്നും കൂടി തിളക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് നല്ലോണം നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പായസം റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് നമ്മളുടെ നെയ്യ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഈ കുഞ്ഞി പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കും. അപ്പോൾ നമുക്ക് ഇത്ര നെയ്യ് ആവശ്യമുള്ളൂ. പായസം തിളച്ചു കണ്ടോ, ചെറിയ തിളകൾ വരുന്നിങ്ങനെ പായസം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെയ്യ് ഇതിനകത്തേക്ക്, ഇതിൽ വേണമെങ്കിൽ തേങ്ങ കൊത്താക്കിയിട്ട് വറുത്തിടാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറവിടാം. ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ വീട്ടിൽ കുട്ടികൾക്കൊന്നും അത് താല്പര്യമില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറവിട്ടാൽ അവരതെല്ലാം പെറുക്കി ഒരു സൈഡിലേക്ക് വെക്കും. എന്നിട്ട് പറയും, എന്തിനാ അമ്മേ അത് വറവിട്ടത്, ഞങ്ങൾക്ക് ഇഷ്ടമല്ലോ എന്ന് പറയും. പിന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല, പിന്നെ എന്തിനാണെന്ന് വെച്ച് ഞാനിപ്പം ഇടാറില്ല. അപ്പം നമ്മുടെ പായസം തയ്യാറായി. നമ്മൾ അടച്ചു വെച്ചു, തീ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മളുടെ വിഷു വിഭവങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ണുന്ന സമയത്ത് കാണിക്കാം ഇലയിൽ വിളമ്പുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. വേണ്ടല്ലോ. അതിനുവേണ്ടി അവൻ വരുന്നുണ്ട് പറഞ്ഞത്. എന്താ സംഭവം സർ, ബോട്ട് ഡിഫിക്കൽട്ട് ആയിരുന്നു. അവൻ്റെ പാക്കറ്റ് ഇവിടെ അവന് നീ എനിക്ക് പറഞ്ഞ സ്റ്റെപ്സ് എന്താന്ന് ഞാൻ ചെയ്തോളാം. അവൻ അയച്ചു വീഡിയോ അയച്ചു. അവനു സർ ആപ്പ് കർത്തെ ഗൽത്തി മത് കറോ നീ तो फिर वो प्रॉब्लम हो जाएगा. ഞാൻ ചെയ്യുന്നില്ല. അവനെ വായിച്ചു തുടങ്ങിയുള്ളൂ. അവന് ഈ വരില്ല, അതാ പ്രശ്നം. നാളെ ഞാൻ വരുന്നു.